السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള സാദാത്തുക്കൾ, മറ്റു സാംസ്കാരിക സാമൂഹിക പ്രാസ്ഥാനിക നേതാക്കൾ, സുഹൃത്തുക്കൾ, നല്ലവരായ നാട്ടുകാർ, അൽഹംദുലില്ലാഹ് ഖുറത്തുസ്സാദാത്ത് തങ്ങൾ അവരുടെ 1-ാം ആണ്ടുറൂസ് പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മരിച്ചുപോയ ആയിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലിപ്പോഴുമുള്ളത്. 40 കഴിഞ്ഞ് ആയപ്പോഴേക്കും ആണ്ടായോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും തങ്ങളുടെ ഒരു ഗുണം, തങ്ങളിൽ നിന്ന് ലഭിച്ച ഗുണം നമുക്ക് ഓരോരുത്തർക്കും അയവിറക്കാൻ സാധിക്കും. അത് ഇവിടുത്തെ മുസ്ലിമായാലും അമുസ്ലിമായാലും ഓരോരുത്തർക്കും അതിൻ്റെ ഗുണം പറയാനുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ, എട്ടിക്കുളം നാട്ടിൽ മരിച്ച സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു അമുസ്ലിം അമ്മ, സുമതി എന്ന പേരിലുള്ള അമ്മ അവിടെ വന്ന് പൊട്ടിക്കരഞ്ഞ് അവിടെ വരികയാണ്. അവിടെ വന്നിട്ട്, ഇനി ആർക്കാണ് എൻ്റെ വിഷമം, ഇന്ന് ആരോടാണ് ഞാൻ എൻ്റെ വിഷമം പറയുക എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അവരുടെ മനസ്സുകളിൽ തങ്ങൾ ചൊലുത്തിയ ഒരു സ്വാധീനം എത്രത്തോളമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ എല്ലാ വിഷമങ്ങളും, എന്ത് വിഷമങ്ങളുണ്ടും അവിടെ വന്ന് ഓടി പറഞ്ഞ് അത് സാധിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു സഹോദരി, രോഹിണി എന്ന് പറഞ്ഞൊരു സഹോദരി, അവർ അറിഞ്ഞ സമയത്ത്, മരിച്ചത് വേറൊരാളിൽ നിന്ന് അറിഞ്ഞ സമയത്ത്, എന്തിനാണ് തങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, തങ്ങളെപ്പറ്റി ഇങ്ങനെ നാവ് വീഴ്ത്തു പോകും എന്നുള്ളൊരു രീതിയിൽ, അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു അവരിൽ നിന്ന് വന്നത്. അപ്പോൾ അവർക്കൊക്കെ ലഭിച്ച ഒരു ഗുണം, തങ്ങളിൽ ചൊലുത്തിയ സ്വാധീനം എത്രത്തോളമാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഞാൻ പലതവണ തങ്ങളുടെ യാത്ര പോകുന്ന സമയത്തും അവരുടെ ഔറാദുകളും ഖുർആനും മറ്റൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷമാണ് ഫോൺ ഓണാക്കുക. ഫോൺ ഓണാക്കിയ മുതൽ അവർക്ക് കോളുകൾ വരും, പല ജാതി കോളുകൾ, പല വിഷമങ്ങൾ പറഞ്ഞിട്ടുള്ള കോളുകൾ. അതെല്ലാം സമാശ്വസിപ്പിച്ചുകൊണ്ട് അവർ അതിനെല്ലാം തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് ആ യാത്ര തുടരാറ്. ചിലപ്പോൾ ചില ഫോണുകൾ അവർക്ക് കിട്ടിയ, അല്ലെങ്കിൽ അവരുടെ യാസീനോദി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് ശേഷമുള്ള ഗുണങ്ങൾ സന്തോഷം പറഞ്ഞ് വിളിക്കുന്നവരും പലരും കാണാൻ സാധിക്കാറുണ്ട്. നമുക്കറിയാം, ഇന്ന് ജീവിതത്തിൽ നമ്മൾ ബഹുമാനവും ആദരവും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാന ആദരവുകളും ഒക്കെ ഈ മരിച്ചതിന് ശേഷം കൊടുക്കുന്ന ഒരവസ്ഥ നാം കണ്ടുവരുന്നുണ്ട്. അജ്മീറിലായാലും ഏർവാടിയിലായാലും മദനി പാപ്പാൻ്റെ അടുത്ത് ഉള്ളാളത്ത് ദർഗയിലാണെങ്കിലും എല്ലാം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അവിടെ വന്ന് അവരുടെ യാതനകളും വേദനകളും അവിടെ പറഞ്ഞ് അത് നല്ല മനസ്സോടുകൂടി, സന്തോഷത്തിൻ്റെ മനസ്സോടുകൂടി ഇറങ്ങി പോകുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങളും മറ്റുമൊക്കെ സഹജീവികളോട് ചെയ്യാൻ സാധിക്കണം. നമുക്കറിയാം, ഒരു കുടത്തിൻ്റെ കഥ. ഒരു ഉമ്മാമ ഒരു കുടമായി പോകുന്ന ഒരു വഴിയിലൂടെ അവർ വീട്ടിലേക്ക് കിണറിൽ നിന്നും വെള്ളം കുടത്തിലായി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കുടം പഴയ കുടമായിരുന്നു, കുറച്ച് ഹോളുകൾ ഒക്കെ വീണ കുടമായിരുന്നു. അപ്പോൾ അവർ വീട്ടിലെത്തിയതിന് ശേഷം പലതവണ പോകുമ്പോഴും ആ വീട്ടിലെത്തുമ്പോഴേക്ക് ആ കുടം പകുതിയായിട്ടുണ്ടാവും, ഒരു കുടം ഫുള്ളായിട്ട് അത് വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉമ്മാമാരോട് ഈ കുടം വേവലാതി പറഞ്ഞു, ഞാൻ പഴയ കുടമാണ്, എന്നെ ഒഴിവാക്കിക്കൂടെ, എന്നെക്കൊണ്ട് എന്താണ് ഗുണം, ഈ വെള്ളം ഫുള്ള് പകുതിയിലപ്പുറം നിങ്ങൾക്ക് വേസ്റ്റായി പോവുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, നിങ്ങളിനി കുടം വെള്ളമായി വരുന്ന സമയത്ത് താഴോട്ട് നോക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു വഴിയിൽ
ഒരു സൈഡിലുള്ള ചെടികളും പൂക്കളും ചെടികളെല്ലാം പൂത്ത് നല്ല പൂക്കളും സുഗന്ധങ്ങളൊക്കെ നൽകുന്ന ഒരവസ്ഥ. അപ്പോൾ ആ കുടത്തിൻ്റെ ആ ഒരു ഹോളുള്ളത് കാരണമാണ് ആ ഒരു ചെടി നനയുന്നതും അത് പൂക്കളും പഴങ്ങളൊക്കെ നൽകുന്നതും. അപ്പം അതുവഴി അവിടെ ഒരു നല്ലൊരു ഗുണം ലഭിച്ചു. അത് നമുക്കെല്ലാവർക്കും പാഠമാണ്. നമ്മുടെ കഴിവില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ ഡെഫിസിറ്റ് നമുക്ക് എങ്ങനെ ഗുണമാക്കാം എന്നുള്ളതിന് ഒരു ഉത്തമ തെളിവാണ് അത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആക്സിഡൻറ്റുകളും മറ്റുമൊക്കെ റോഡരികളൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും ഈ ഫോണുമായി നടക്കുകയാണ്. അതിൽ അവരെന്ത് സഹായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് പകരം അത് പകർത്തി ലൈവ് ഇടുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിലിടുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിടുക എന്നുള്ള ഒരു ബോധം മാത്രമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്, നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ളത്. കെവിൻ കാറ്റർ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറെ പലരും കേട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അയാൾ എടുത്ത ഫോട്ടോ ലോകത്തിലെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ എന്ന പദവി ലഭിക്കുന്ന തരത്തിലുള്ള ഫോട്ടോ നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ അറിയാം. കെവിൻ കാറ്ററുടെ ഫോട്ടോ, കെവിൻ കാറ്റർ എന്ന് അടിച്ചാൽ തന്നെ ആ ഫോട്ടോ വരും. ആഫ്രിക്കയിലുള്ള ഒരു കുഗ്രാമത്തിലൊരു പട്ടിണി പേറി എല്ലും തോലുമായ ജീവനുള്ളൊരു ശരീരത്തിൻ്റെ കൂടെ കഴുകൻ ഇരിക്കുന്നൊരു ഫോട്ടോയായിരുന്നത്. അതെടുത്തതിന് ന്യൂയോർക്ക് ടൈംസും മറ്റുമൊക്കെ ആ ഒരു ഫോട്ടോഗ്രാഫറെ വളരെയധികം അഭിനന്ദിച്ചു. മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് വരെ അയാൾക്ക് ലഭിക്കാനിടയായ ഒരു ഫോട്ടോയായിരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അയാൾക്ക് പല ലെറ്ററുകളും വന്നു. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പല കത്തുകളും അയാൾക്ക് വന്നു. അതിനിടയിൽ ഒരു കത്ത്, നിങ്ങൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അയാളുടെ മനസ്സിൽ അലട്ടി. ആ ഒരു അവാർഡ് വാങ്ങാൻ വരുന്ന അദ്ദേഹം ആ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് മനസ്സുരുകി ആത്മഹത്യയുടെ വക്കിലോട്ട് പോകുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം നാം വായിക്കാനിടയായി അടുത്ത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ, എന്തെങ്കിലും അപകടവും മറ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ ഫോട്ടോ എടുത്ത് നടക്കുന്നതിന് പകരം, അല്ലെങ്കിൽ വെറുതെ അവിടെ എന്ത് ചെയ്യണമെന്ന് അന്താളിച്ച് നിൽക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് നമ്മുടെ കയ്യൊപ്പായി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കാര്യം നാം ഓർക്കണം. അത് ഏതൊരു സ്ഥലത്താണെങ്കിലും നമ്മൾ ജീവിച്ചതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മരണശേഷം ആളുകൾ ഇയാൾ നല്ലവനായിരുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ റബ്ബിൻ്റെ അടുത്ത് ആഖിറത്തിൽ ഒരു സ്വർഗം നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരു മനസ്സോടുകൂടി ആർക്കെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുകയുണ്ടായി, അയ്യുൽ അമാലി യാ റസൂലല്ലാഹ്, റസൂലേ എന്താണ് എത്ര നല്ല അമൽ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ, ഇദ്ഖാലു സുറൂറു ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ സന്തോഷം നിറക്കലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അത് ചെറിയൊരു വാക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ നൽകുന്ന സാമ്പത്തിക സഹായം കൊണ്ടാവാം, അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ ജസ്റ്റ് നമ്മൾ കേട്ടാൽ മതി. നമുക്കറിയാം, നമ്മുടെ സാന്ത്വന പ്രവർത്തകരൊക്കെ, പ്രവർത്തനം ചെയ്യുന്ന വളണ്ടിയേഴ്സിനെ നമുക്കറിയാം. അവർക്ക് അവിടെ പോയി ആ വീടുകളിൽ ചെന്ന് ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുകളുടെ വേവലാതി കേട്ടാൽ തന്നെ അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് പൊളയും. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അതിനുള്ള മനസ്സ്, അതിനുള്ള സമയം നാം കണ്ടെത്തി നമ്മുടെ ചുറ്റുപാടുമുള്ള പാവങ്ങൾക്കും അശ്രർക്കും ഒക്കെ താങ്ങും തണലുമാകാൻ നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് തുടക്കത്തിൽ 2012 കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹോം കെയർ ആയി പോയൊരു വീട്ടിൽ, ക്ലിനിക്കിൽ നിന്ന് പെട്ടെന്നൊരു വീട്ടിലോട്ട് വിളിച്ച സമയത്ത് പോകാൻ കണ്ട അവസ്ഥ, ഒരു രോഗി പശു തൊഴുത്തിലിരിക്കുന്നതിനേക്കാൾ അതമ്പതിച്ച ഒരു രീതിയിലായിരുന്നു അവിടെ കിടന്നിരുന്നത്. മൂത്രത്തിൽ കുളച്ച്, കാഷ്ടത്തിൽ കുളച്ചൊരു കുളിച്ച് കിടക്കുന്ന ഒരവസ്ഥ, പുതപ്പിലും മറ്റൊക്കെ കുളിച്ച്, നഖം വെട്ടിയിട്ടില്ല, മുടി വളർന്നിട്ടുണ്ട്.
അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ആവശ്യമുള്ള ശുശ്രൂഷകൾ നൽകി അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരെ അറിയിക്കുകയും അവിടെ ആ പരിസരം വൃത്തിയാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനുള്ള അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുത്തു പോന്നു. അതിനുശേഷമാണ് സാന്ത്വന പ്രവർത്തനമൊക്കെ അവിടെ സജീവമായി വന്നത്. ഇന്നിപ്പോൾ നാം വീടുകളിൽ പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള കാഴ്ച വളരെ ദുർബലമായിട്ടേ കാണാം, 1% കാണാറുള്ളൂ. അപ്പം അത്രയും നാം വീട്ടിലേക്ക് സന്ദർശിക്കുക വഴി ആ ഒരു രോഗികൾക്ക് ലഭിക്കുന്ന സമാധാനം, അവരെ കൂടുതൽ നോക്കാനുള്ള ആരെങ്കിലും വന്ന് കാണുമല്ലോ എന്നുള്ളത് വെച്ചുകൊണ്ടെങ്കിലും അവരുടെ കുടുംബക്കാരെ നോക്കുന്ന അവസ്ഥയിലോട്ടെങ്കിലും എത്തുന്നുണ്ട്. പല കുടുംബക്കാരും സ്വത്തിന് വേണ്ടി മാത്രം നോക്കുന്ന കുടുംബക്കാരുണ്ട്, നമ്മുടെ സ്വത്തിന് വേണ്ടി മാത്രം അവരെ നോക്കുന്ന കുടുംബക്കാർ. അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ നാം നിർത്തി നമ്മുടെ ആഖിറത്തിന് വേണ്ടി, ഒരു മനുഷ്യന് വേണ്ടി നാം ചെയ്യുന്ന ഒരു അമലായി നാം അത് കണക്കാക്കി, സ്വത്തിനും മറ്റും അല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലത് പറയുമെന്നുള്ള ഒരു അഹന്ത വെച്ച് നാം ചെയ്യാതെ നല്ല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി, അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ നടത്തുന്ന ഒരു രീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമുക്കറിയാം, അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറക്കുമെന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നേതാവിൻ്റെ അനുയായികളാണ് നാം. അതാണ് നമുക്ക് ഖുറത്തു സാദാത്ത് തങ്ങളും ഉള്ളാളന്തങ്ങളും ഒക്കെ പഠിപ്പിച്ചു തന്നത്. ആ ഒരു പാത പിൻപറ്റി അവരുടെ ഉറൂസിൽ അവരുടെ മാതൃക പിൻപറ്റി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. റബ്ബ് തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നൽകി നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.